ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഇതിലെഴുതിയിരിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ വചനം വായിച്ച് കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നവരെ കുറിച്ച് പറയുന്നവരുണ്ട്, ഭാഗ്യവാൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒത്തിരി സമ്പത്തുള്ളവരെ കണ്ടിട്ട് ഭാഗ്യവാൻ എന്ന് പറയും. ഒന്നിലധികം വാഹനങ്ങളുണ്ടെങ്കിൽ പറയും ഭാഗ്യവാൻ എന്ന് പറയും. ചിലരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ മക്കൾ പോകുന്നത് വരുന്നത് ഇതൊക്കെ കണ്ടിട്ട് ചിലർ പറയാറുണ്ട്, നല്ല ഭാഗ്യം ചെയ്ത കുടുംബമാണ് എന്ന് പറയും. നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. ഇതൊക്കെ ഭൂമിയിലുള്ള മനുഷ്യൻ ഭൂമിയിലുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വചനം പറയുന്നു, ഇതൊന്നുമല്ല നിന്നെ ഭാഗ്യവാനാക്കുന്നത്. ഒരു വ്യക്തിയെ ഭാഗ്യവാനാക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ കയറി അത് പ്രമാണിച്ച് അതനുസരിച്ച് നടക്കുമ്പോൾ ഒന്നുമല്ല, അത് കേട്ടാൽ തന്നെ ദൈവവചനം പറയുകയാണ്, നീ ഭാഗ്യവാനാണ്. കാരണം എന്താണ് പ്രിയരെ? ഈ പറഞ്ഞ ലോകത്തിൻ്റെ സമ്പത്തും വാഹനങ്ങളും ഉന്നതമായ ഭവനവും അല്ലെ പദവികളും ഇതെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്. പിന്നെ എന്തോ ഭാഗ്യം? ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഭാഗ്യം? ഏറിയാൽ 80 വയസ്സ് അല്ലെ 100 വയസ്സ് വരെ ജീവിച്ച് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഇവിടെ ഉള്ളതാണോ ഭാഗ്യം? ഒരിക്കലുമല്ല പ്രിയരെ, ഒരിക്കലുമല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്തുകൊണ്ട് ഈ വചനം ഭാഗ്യമായി? നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഈ പറഞ്ഞ സമ്പത്തും വാഹനങ്ങളും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒന്നും അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇവിടെ അവസാനിക്കും. എന്നാൽ ഈ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും അവസാനിക്കുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മെ പിന്തുടരുന്ന, നമ്മെ നിത്യതയിലോട്ട് കൊണ്ടെത്തിക്കുന്ന, നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ എത്തിക്കുന്ന ഈ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാനെന്ന് വചനം പറയുമ്പോൾ, പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ലോകത്തിലുള്ളതൊക്കെ കിട്ടിയിട്ട് ഭാഗ്യമെന്നെണ്ണാതെ ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഭാഗ്യം എന്നെണ്ണി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.